ഒരു അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് നീതി ആയോഗ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പഴയ യോജന ഭവൻ പോലെ നീതി ആയോഗിൻ്റെ കണക്ക് വരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏകദേശം എയ്ഡഡ് അതേപോലെ ഗവൺമെൻറ് സ്കൂളുകൾ അത് ഏകദേശം 11 മുതൽ 12 ലക്ഷം വരെ സ്കൂളുകൾ അടഞ്ഞുപോയി. ചെറുതും വലുതുമായ സ്കൂളുകൾ. അതിൻ്റെ അപ്രോക്സിമേറ്റ് കണക്ക് കാണിക്കുന്നത് ഓരോ ദിവസവും ഇന്ത്യയിൽ 25ഓളം സ്കൂളുകൾ, അതായത് എയ്ഡഡ് ആണെങ്കിൽ അൺഎയ്ഡഡ് മറ്റ് പല സ്കൂളുകളുണ്ട്, ഇതെല്ലാം റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അടഞ്ഞു പോവുകയാണ്, കുട്ടികളില്ല. അതതിൻ്റെ കാര്യം പറയുന്നത്. മനസ്സിലാക്കുക, അത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടഞ്ഞ് അതായത് ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട്, കഴിഞ്ഞ 20-22 വർഷമായിട്ട് BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, കഴിഞ്ഞ 15 വർഷമായിട്ട് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, യോഗിയുടെയും ഈ പറയുന്ന ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടഞ്ഞു പോകുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. RSSന്റെ തലവൻ പറയുന്നു ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കരുത്. ഇന്ത്യക്കാർ പാരമ്പര്യമായിട്ടുള്ള ഇന്ത്യൻ വേഷമാണ് ധരിക്കേണ്ടത്. മറ്റേ ആ ഇന്ത്യൻ പാരമ്പര്യ വേഷം നിങ്ങൾക്കറിയാമല്ലോ, മറ്റേ കോടകമാണ്, മറ്റേ ചുറ്റുന്ന സംഭവം. സ്ത്രീകളുടെ വേഷം നിങ്ങൾക്കറിയാം. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, ഇത്രയും സ്കൂളുകൾ ഇന്ത്യയിൽ അടഞ്ഞു പോകാൻ കാരണം എന്താണ്? കൃത്യമായിട്ട് കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയമാണ് ഈ കാരണം. വേറെന്ത് കാരണമാണ്? അതേപോലെ തന്നെ നയമാണ് ഏറ്റവും പരമപ്രധാനം. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹം, ഒരു പുതിയ ജനറേഷൻ വരികയാണ്, പ്രത്യേകിച്ച് റൂറൽ ഇന്ത്യയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ എന്താകുന്നു കൂടെ ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് വരിക. അതായത് മനസ്സിലാക്കുക, സംഘപരിവാറിന്, അതായത് ഈ പറയുന്ന ബജറാംഗ് ദള, RSS, VHP, ഇവർക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സമൂഹം, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം അവരൊരു സ്പെസിഫിക് ആയിട്ട് കണ്ടിട്ടുണ്ട് ആർക്കാണ് വിദ്യാഭ്യാസം കിട്ടേണ്ടത്. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമുള്ള ഒരു വലിയ സമൂഹം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ സംഘപരിവാറിന് താല്പര്യമില്ല. വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റൂറൽ ഇന്ത്യയിൽ, ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് തീർന്നു പോകും ഈ സംഘപരിവാർ. അതതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ല, വേറെ എന്താണ് റീസൺ? അതുകൊണ്ട് തന്നെയാണ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല. അവർക്ക് പ്രാധാന്യമുള്ളത് ഇന്ത്യയുടെ അർബൻ ക്ലാസ്സിന് വിദ്യാഭ്യാസം കിട്ടണം. കാരണം അർബൻ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ BJPയെ താങ്ങി നിർത്തുകയും സംഭാവന ചെയ്യുകയും, കാരണം ഈ മോദിയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് ഇടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയിലെ റൂറൽ ക്ലാസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡ് ക്ലാസ്സും ആദിവാസികളും മറ്റുള്ള OBC ആണ്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പരിപാടികളൊന്നും നടക്കത്തില്ല. ഹിഡനാണ് ഈ അജണ്ട. അതുകൊണ്ട് തന്നെയാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ സംഘപരിവാർ എതിർക്കാനുണ്ടായ കാരണം? കാരണം റൂറൽ ഇന്ത്യക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഈ പറയുന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഛത്തീസ്ഗഡിൽ പോയിരുന്നു. ഉണ്ടായ സംഭവം അംബാഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, താലൂക്കാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റുകളും ഉണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയി. ഉണ്ടായ സംഭവമാണിത്. അവിടെ ആകെ ഉള്ളത് 5 കുട്ടികൾ. ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരധ്യാപകനുണ്ട്. 5 കുട്ടികളും ഒരധ്യാപകൻ. ഒരു കുഴപ്പമില്ലാത്തൊരു 7, 8, 10 മുറികളുള്ള ഒരു സ്കൂളും. 5 വിദ്യാർത്ഥികളും ഒരധ്യാപകനും.
അവിടുത്തെ ഗവൺമെൻറ് നേരിട്ട് ഫണ്ട് ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനമാണിത്. തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറി, അതായത് ചെറിയൊരു വീടും പരിസരവുമായിട്ട് ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പം അവിടെ കുറച്ച് ആൾക്കാരും ഈ പറയുന്ന കുറച്ച് ഇവാഞ്ചലിക്കൽ പെന്തക്കോസ് വിശ്വാസികളെല്ലാം കൂടെ നടത്തുന്നൊരു സ്കൂളുണ്ട്. ഞാൻ അവിടെയും പോയി. അവിടെ ഏകദേശം 65 കുട്ടികളുണ്ട്. 8ഓളം പേരുണ്ട് അധ്യാപകർ. പ്രൈവറ്റാണ്, അതായത് സ്വന്തമായിട്ട് അവർ നടത്തുന്ന സംഭവമാണ്. ആ പറയുന്ന ആദിവാസി കുട്ടികളുടെ നിന്ന് ഫീസ് മേടിച്ചിട്ടാണ് ഈ അധ്യാപകർക്ക് ചെറിയ സാലറി കൊടുക്കുന്നത്. ഇതാണ് സ്ഥിതി. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘപരിവാറിനെ കൊണ്ട് നടത്താൻ കഴിയുന്ന സംഭവമേ അല്ല. പക്ഷെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ബേസിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുക. അതായത് മനുഷ്യനെ തിരിച്ചറിയാൻ നോളജ് ആവശ്യമാണ്. ഒരുത്തിന് അറിവ് കിട്ടുവാണെങ്കിൽ അവന് ജീവിക്കാൻ പ്രയാസമില്ല. അപ്പം ഈ പറയുന്ന സംഘപരിവാറിൻ്റെയും മോദിയുടെയും ഈ പറയുന്ന BJPയുടെയും വിദ്യാഭ്യാസ നയം കൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾ, സ്കൂളിൽ പോകാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ, ഇവർക്ക് എന്ത് ജോലിയാണ് നാളെ കിട്ടാൻ പോകുന്നത്? അതായത് ഇന്ത്യ ഉറപ്പായിട്ടും ഡിജിറ്റൽ ഇന്ത്യയാണ്. ഈ സംഭവങ്ങളൊക്കെ ചേഞ്ച് ആകുകയാണ്. ഈ സ്കൂളിൽ പോകാത്ത വിദ്യാർത്ഥികൾ നാളത്തെ ഇന്ത്യയിലെ ക്രിമിനൽസ് ആയിട്ട് വരും. അതായത് ഇന്ത്യയുടെ ലോ ആൻഡ് ഓർഡറിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന ഒരു വിഭാഗമായിട്ട് വരും. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു മാസ്റ്റർ പ്ലാൻ, അതായത് ഫ്യൂച്ചർ ഇന്ത്യയാണ് എപ്പോഴും നോക്കേണ്ടത്, കറണ്ട് ഇന്ത്യ അല്ല. അതായത് ലോങ് ടൈം പ്രോസസ്സാണിത്. അതായത് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് നിർബന്ധിക്കുകയാണെങ്കിൽ, പോളിസികൾ പാസ്സാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണ്ടായിസവും ക്രിമിനൽസും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ ഒക്കെ വർക്ക് കുറഞ്ഞു നിൽക്കും. ഇത് ക്രിമിനൽസിനെ സൃഷ്ടിക്കുകയാണ് വിദ്യാഭ്യാസം കൊടുക്കാതെ. അതായത് വരാൻ പോകുന്ന ഒന്നാമത് ഇന്ത്യൻ ജയിലുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ വരുന്ന ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിക്കുക. എന്താണ് നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നത്? 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി ആകുമെന്നാണ് പറയുന്നത്. റൂറൽ ഇന്ത്യയിൽ പണമില്ല, സാമ്പത്തികമില്ല. അവർക്ക് ഈ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ അവൻ്റെ പണം വേണ്ടായോ? അതായത് അതും ഗവൺമെൻറ് പറയുന്നത് വലിയ കള്ളത്തരമാണ്. കാരണം റൂറൽ ഇന്ത്യയിൽ അവന് ജോലി വേണം, പണം വേണം, അവന് കൃഷി വേണം. അത് ഡിക്ലൈൻ ചെയ്യുമ്പോഴാണ് അവനവൻ്റെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നത്. കാരണം ഒരു കുട്ടിയെ 2 കുട്ടികളെ, ഒരു കുട്ടി 2 കുട്ടികളെ സ്കൂളിൽ വിടണം രാവിലെ. അതിനെ മാതാപിതാക്കൾ അവർ ജോലിക്ക് പോകുന്നോ അതോ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നു? ഇതാണ് ചോദ്യം വരുന്നത്. ഈ ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ഈ ചൈനയും മറ്റുള്ള രാജ്യങ്ങളെയും കണ്ടുപിടിക്കേണ്ടത്, ഇൻക്ലൂഡിങ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവർ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഭൂലോക തള്ളും കള്ളത്തരവും പറയുന്ന ഇന്ത്യ വിദ്യാഭ്യാസം പുറകിലോട്ട് പോകുന്നു. ഇത് ഞാനുണ്ടാക്കിയ കണക്കല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. ഇത് പുറത്ത് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നാണക്കേട് ആർക്ക്? അത് അവർ BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടയുടെ ഭാഗമാണ് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക റൂറൽ ഇന്ത്യയിൽ. ഇന്ത്യ പഴയ പോലെ ഈ അന്ധവിശ്വാസവും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുക, ഈ പറയുന്ന അപ്പർ കാസ്റ്റുകൾ ഈ ലോവർ കാസ്റ്റിന് മേളിൽ കയറി മേയുക, അതവരുടെ ആവശ്യമാണ്, അതവർക്ക് നിറവേറ്റണം. അപ്പം അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ 25ഓളം സ്കൂളുകൾ അടച്ചു പോകുന്നത്. അപ്പം ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ജനസംഖ്യക്ക് കുറവ് വന്നിട്ടുണ്ടോ? അർബൻ ഇന്ത്യയിൽ ജനസംഖ്യക്ക് കുറവ് വന്നിട്ട്, അർബൻ ഇന്ത്യയിൽ നഗരങ്ങളിൽ. റൂറൽ ഇന്ത്യയിൽ ജനസംഖ്യ കൂടി. അതുകൊണ്ടാണ് നമ്മൾ 140 കോടി 150 കോടി എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ ഇന്ത്യയിൽ അവർ പഠിക്കണ്ട, പക്ഷെ അർബൻ ഇന്ത്യയിൽ അവർ പഠിക്കണം. കാരണം അവിടെ കുട്ടികളുടെ എണ്ണം കുറയാണ്. അർബൻ ഇന്ത്യയിലെ കുട്ടികൾ അധികം വിദേശത്ത് പോയാണ് പഠിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വലിയ സംഭവമായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നു, അതും പൊളിഞ്ഞുപോയി. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം എല്ലായിടത്തും പാളിച്ചയാണ്. നീറ്റ് എക്സാമിനേഷൻ പൊളിച്ച് കൈ കൊടുത്തു, CBSE എക്സാമിനേഷൻ പൊളിച്ച് കൈ കൊടുത്തു. കാരണം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുവാൻ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൻ്റെ നെഹ്റുവിയൻ പോളിസി
വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. അന്ന് ഇന്ത്യയിൽ ഇത്രയും പണമൊന്നുമില്ല. പക്ഷേ മോദി ഗവൺമെൻറ് ഈ പണത്തിന് ഇവിടെ പഞ്ഞൊന്നുമില്ല. പക്ഷെ അത് നടത്തുവാൻ വേണ്ടി, സ്കൂളുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യവുമില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, മുഴുവനും കള്ളത്തരവും കപടതയാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ കപടത മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നുള്ള ധാരണയിൽ അവർ ഈ പോളിസി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഏറ്റവും മോശമായ വിദ്യാഭ്യാസം റൂറൽ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കുട്ടികളില്ലാതായത്. അതായത് ക്രിമിനൽസിനെ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങൾ വരാനുള്ള സമയങ്ങളിൽ ക്രിമിനൽസിനെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെയുള്ള ക്രിമിനൽസ് ഗ്ലോബൽ ക്രിമിനൽസായിട്ട്, ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് ഇന്ത്യയിൽ നിന്നും പോകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല.